ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആ സുഹൃത്ത് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ്സ് വാങ്ങി. അപ്പോൾ അത് നട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ചെടി തേത്ത് വരുന്നില്ല, ഒരു ഉഷാറിൽ തേത്ത് വരുന്നില്ല. അപ്പോൾ ആ നഴ്സറിക്കാരൻ പറഞ്ഞു കൊടുത്തല്ലോ, സാഫ് കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഈ ചെടി ഉഷാറായിക്കോളുന്നുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാഫ് ഒരു ഫംഗിസൈഡാണ്, ഒരു രാസമാണ്. അപ്പോൾ വളമല്ല കേട്ടോ സാഫ്. അപ്പോൾ സാഫ് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ മണ്ണിലുള്ള ഫംഗസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മണ്ണിലുള്ള ജൈവാംശം നശിക്കും, സൂക്ഷ്മജീവാണുക്കളും എൻസൈമുകളൊക്കെ നശിക്കും. അപ്പോൾ ഈ ഫംഗിസൈഡ് കൊടുത്തുകൊണ്ട് ചെടി എങ്ങനെയാണ് തേത്ത് വരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ചെടി വളരണമെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പോഷകം കിട്ടണ്ടേ. അപ്പോൾ പോഷകമല്ല അവിടെ കൊടുക്കണ്ടേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെടി നടാൻ വേണ്ടി പോട്ടി മിക്സ് റെഡിയാക്കാൻ അതിൽ ജൈവ രൂപത്തിൽ നമ്മൾ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 3 ആഴ്ച 1 മാസമൊക്കെ ടൈം എടുക്കും. നമ്മൾ കറക്റ്റ് നനവ് കൊടുത്താലേ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ചെടിക്ക് പോഷകം കിട്ടൂല. അപ്പോൾ ചെടി ഒരു മുരടിച്ച് നിൽക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ടൈമിൽ ഇലകളിൽ ഫോളിയാർ വഴിയൊക്കെ NPK വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ചെടിക്ക് പോഷകം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ പുതിയ ശിഖരങ്ങൾ വരും. അല്ലാതെ നമ്മൾ സാഫ് കൊടുത്തതിനെ കൊണ്ട് ഇതൊന്നും നടക്കൂല കേട്ടോ. ഇനിയിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂഡോമോണസ് കൊടുക്കുക. ജൈവ രൂപത്തിലുള്ള ബാക്ടീരിയ ആണ്. അപ്പോൾ ചെടീൻ്റെ വാട്ടരോഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര വലിയ നഴ്സറിക്കാരനാണെന്നുണ്ടെങ്കിലും അതേപോലെ എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും കൃഷി അറിയുന്ന ആളാണെന്നുണ്ടെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞു തന്നാൽ അത് നമ്മളെ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. കാരണം അത് ഇതിന് പറ്റുമോ, അതെന്താണ് സാധനം എന്നുള്ള വില എടുത്തിട്ട് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ പൊട്ടത്തരം ചെയ്യുന്ന പോലെ ആവും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ.